ഹലോ ഫ്രണ്ട്സ്, ഇനി കുട്ടികളുടെ ജീൻസൊക്കെ പഴയതുണ്ടെങ്കിൽ കളയണ്ട കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് വീട്ടിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 2 ടിപ്സുകളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചെറിയ കുട്ടികളുള്ള വീട്ടിൽ ഇതുപോലെ ഒരു ജീൻസെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ജീൻസാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ചെറിയ ജീൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ജീൻസിൻ്റെ തുണി ഇതൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഉള്ള ജീൻസ് വെച്ചിട്ട് നമുക്കിത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ജീൻസിൻ്റെ ഏറ്റവും നല്ല ലെങ്ത്തായിട്ട് വരുന്ന രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ആ സ്റ്റിച്ചിങ്ങൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നിവർത്തി വയ്ക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടത് നമ്മളുടെ ചപ്പലിൻ്റെ നീളത്തിനും വീതിക്കും ഇതുപോലൊരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. നമുക്ക് എന്നിട്ട് ആ ഒരു കട്ട് ചെയ്തെടുത്തുള്ള പേപ്പർ ഞാൻ ഈ ഒരു ക്ലോത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്തിട്ട് നമ്മൾ സാധാരണ വീടിനകത്ത് നമുക്ക് ഉപയോഗിക്കുന്ന ചെരുപ്പ് ഇതുപോലെ ക്ലോത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നല്ല കംഫർട്ടബിളായിട്ടുണ്ടാവും. നമ്മുടെ കാലൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ ഞാൻ ഇതുപോലെ നമ്മുടെ ചെരുപ്പിൻ്റെ അളവ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തുള്ള ജീൻസിൻ്റെ 2 പാർട്ടിലും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് മൊത്തം 4 പീസാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുക. 2 കാലിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് 4 പീസാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തുള്ളത്. അപ്പോൾ ഇതിനെ ഇനി ഒന്നും കൂടി നമുക്ക് ഉള്ളിലൊന്ന് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ, നമുക്ക് കാല് വയ്ക്കുന്ന സമയത്ത് ഒട്ടും വേദന വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ ഉള്ളിലേക്ക് ഇനിയും നമ്മൾ ഇതുപോലത്തെ 2-3 പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കാലിനൊക്കെ. അപ്പോൾ 2 പീസ് ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മറ്റൊരു പീസും കൂടി വെച്ചിട്ട് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ചുറ്റും നമുക്കൊരു അതിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം നമുക്ക് കാണാത്ത രീതിയിൽ നമ്മളൊരു വേറൊരു ക്ലോത്ത് വെച്ചിട്ട് അതൊന്ന് ഫുള്ള് ചുറ്റുഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചുറ്റിലും തുന്നി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാലിനെ കവർ ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗത്ത് നമ്മളിതുപോലത്തെ ഒട്ടിക്കുന്ന പോലത്തെ ഒരു ഇതുണ്ടല്ലോ, അതാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് നമുക്ക് സൂചി നൂല് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മെഷീനിലോ തുന്നി എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ടിരിക്കും കേട്ടോ. നമുക്ക് ഉപയോഗിക്കാനും കാലിൽ നിന്ന് അഴിക്കാനൊക്കെ ഈസി ആയിരിക്കും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങളുടെ വീട്ടിലുള്ള വേസ്റ്റായിട്ടുള്ള ഇതുപോലത്തെ ജീൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അതേ ജീൻസിൽ നിന്നും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന മറ്റൊരു പീസാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ജീൻസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ അരഭാഗത്ത് വരുന്ന ഈ ഒരു പോർഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പാൻറ്റിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് നമുക്ക് പോക്കറ്റ് ഉണ്ടാവുമല്ലോ, 2 സൈഡിലും പോക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ പോക്കറ്റ് ഇനി നമ്മൾ തനിയെ കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്ക് ഭാഗത്തുള്ള പോക്കറ്റ് വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പോക്കറ്റിൻ്റെ സൈസിനാണ് ഞാനിപ്പോൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അത് പോക്കറ്റിൻ്റെ കുറച്ച് ഹൈറ്റിലേക്കും അതുപോലെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പോക്കറ്റുള്ളൊരു ഭാഗം ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തുള്ളത്. ആ പോക്കറ്റിൻ്റെ വീതിക്ക് അനുസരിച്ച് നമ്മൾ ആ ക്ലോത്തിനെ ഇതുപോലെ മുറിച്ചെടുത്താണ്. എന്നിട്ട് ആ പോക്കറ്റിനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് മടക്കുക. അങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പോക്കറ്റ് മടങ്ങിയിട്ട് തന്നെ അതിൽ അമർന്നിരിക്കും. ഒരു പോക്കറ്റ് മാത്രമല്ല, നമ്മൾ 2 പോക്കറ്റും ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിങ്ങനെ മടക്കി അടിച്ചു കഴിഞ്ഞാൽ ഈ പോക്കറ്റിൻ്റെ മുഴുവൻ ഭാഗത്തേക്ക് നമ്മുടെ കൈ വെക്കാനായിട്ട് പറ്റില്ല. ഒരു പകുതി വരെ മാത്രമേ നമ്മുടെ കൈ പോവുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഇത് മടക്കിയിട്ട് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ 2 പോക്കറ്റുള്ള ഈ ഒരു പീസുകൾ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ 2 പീസാണ് ഇപ്പോൾ നമ്മളെ കയ്യിലുണ്ടാവുക. നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ ആ പോക്കറ്റിൽ പകുതി വരേക്ക് നമ്മളെ കൈ പോകുള്ളൂ. ബാക്കി ഭാഗം മടക്കിയിട്ട് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിപ്പോൾ നമ്മൾ ഇതാ 2ഉം കൂടി ഇനി ഒന്ന് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 പോക്കറ്റിലുള്ള ഈ ഒരു ഭാഗവും ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഒന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് സൂചി നൂല് ഉപയോഗിച്ചിട്ട് തുന്നാവുന്നതേ ഉള്ളൂ, മെഷീൻ്റെ ആവശ്യമൊന്നുമില്ല. തുന്നുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ പോക്കറ്റ് പുറത്തേക്ക് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ തുന്നിയെടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് തുന്നിയിട്ട് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ പോക്കറ്റ് ഇതുപോലെ ഉണ്ടാവും. തുന്നി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ പോക്കറ്റ് വരുന്ന ഭാഗം 2ഉം പുറത്തേക്കും വരും, നമ്മൾ തുന്നിയിട്ടുള്ള ഭാഗം ഉള്ളിലേക്കും പോകും. അപ്പോൾ തുന്നിയ ഭാഗം നമുക്ക് പുറത്തുനിന്ന് കാണാനായിട്ട് പറ്റില്ല. പക്ഷേ ആ പോക്കറ്റ് 2 നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമാണ് കേട്ടോ. കിച്ചണിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ചൂടുള്ള പാത്രങ്ങൾ പിടിക്കാനും ഒക്കെ ഇത് ഹെൽപ്പായിരിക്കും. ഇത് നല്ല ഈസി ആയിട്ട് നമ്മൾ 2 മടക്കിലാണ് ആ പോക്കറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ
പാത്രത്തിലെ ചൂട് നമ്മളുടെ കയ്യിലേക്ക് ഒരു തരത്തിലും പെടാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും ഇത്. അപ്പോൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണിത്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് അഴുക്കായി കഴിഞ്ഞാൽ വാഷ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.